ഹലോ ഗൈസ്, നമ്മുടെ ചാനലിൽ ഹൈഡ് എങ്ങനെയാണ് നമ്മൾ ക്രോമിൽ കയറി റിമൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം മിക്കവർക്കും ഇത് വളരെ സിമ്പിളാണെങ്കിലും ഇത് ചെയ്യാൻ അറിയത്തില്ല എങ്ങനെ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക, അതിൽ സൈൻ ഇൻ ചെയ്യുക, സൈൻ ഇൻ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ ക്രോമിൽ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട വിൻഡോ ഉണ്ടോ, ഇതുപോലെ വരും. ഇതിപ്പോൾ ലാപ്പിലാണ് ചെയ്യുന്നത്. ഇതുപോലെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതുണ്ടോ സെറ്റിങ്സ്. ആ സെറ്റിങ്സ് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പുതിയൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഇടത്തെ സൈഡിൽ കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ 3 കണ്ടന്റ് കൺട്രോൾസ്, യൂസർ മാനേജ്മെൻറ്റ്, ചാനൽ ഗൈഡ് ലൈൻസ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ യൂസർ മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മാനേജിങ് മോഡറേറ്റേഴ്സ്, സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സ്, പിന്നെ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാണ് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് യൂസേഴ്സ്, ഹിഡൻ യൂസേഴ്സ്, ഇതുപോലുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് വച്ചിരിക്കുന്ന ആളുകൾ കണ്ടോ, ഹിഡൻ യൂസേഴ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകണം. ഈ ബോക്സ് കണ്ടോ, ഇതാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാനൽ വരുന്ന ബോക്സ്. അപ്പോൾ എത്രയോ ചാനൽ ഹൈഡ് ചെയ്തിട്ടുണ്ടോ ആ ചാനലിലെ പേര് ഇവിടെ ഇപ്പോൾ ഇത് ബ്ലാങ്ക് ആണ്. ഇപ്പോൾ ഞാനൊന്നും ഹൈഡ് ആക്കിയിട്ടില്ല, അത് നമ്മുടെ ബ്ലാങ്ക് ആണ്. അപ്പോൾ ആ ചാനലിൻ്റെ നെയിം നമ്മൾ ഏതൊക്കെ ചാനൽ ഹൈഡ് ആക്കിയിട്ടുണ്ടോ ആ ചാനലിൻ്റെ നെയിം ഇവിടെ വരും, ഹിഡൻ യൂസേഴ്സ് എന്നുള്ള ഈ ബോക്സിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഡിലീറ്റ് ഇതൊരു ക്ലിക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ എല്ലാം ഡിലീറ്റ് ആക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ക്ലിക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. ആ ക്ലിക്ക് ബട്ടൺ അമർത്തിയിട്ട് ഇത് നമ്മൾ സേവ് ചെയ്യുക. താഴെ സേവ് ഓപ്ഷൻ സേവ് ചെയ്യുമ്പോൾ അതെല്ലാം ഡിലീറ്റ് ആയിപ്പോകും. സേവ് ചെയ്യാൻ മറക്കരുത്, സേവ് ചെയ്താലും മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. അതാണ് നമ്മൾ ഹൈഡ് ചെയ്ത എല്ലാ ചാനലും നമ്മൾ ഡിലീറ്റ് ആക്കിയപ്പോൾ മനസ്സിലായി, ബ്ലാങ്കായി. ഇനി നമ്മൾ ഇനി നമുക്ക് ബ്ലൂ, അതായത് ആരൊക്കെ മോഡറേറ്റേഴ്സിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇത് കണ്ടോ, ഇത് രണ്ട് മോഡറേറ്റേഴ്സ് ഉണ്ട്, മാനേജിങ് മോഡറേറ്റേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സ്. അതിൽ നമ്മൾ ലൈവിലൊക്കെ ബ്ലൂ കൊടുക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സ് എന്നുള്ളൊരു ബോക്സിലാണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ ബ്ലൂ കൊടുക്കുന്ന എല്ലാവരും ചാനലിൻ്റെ നെയിം ഈ ബോക്സിൻ്റെ അകത്ത് വരും. അപ്പോൾ ആരൊക്കെ നമുക്ക് ബ്ലൂ വേണം അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ സേവ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുത്തെ പോകും. പിന്നെ ആരൊക്കെ ബ്ലൂ എൻ്റർ ചെയ്യണം, അതായത് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ ചാനലിലെ URL കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ആഡായിട്ട് വരും. അതാണ് ബ്ലൂ കൊടുക്കുക, ബ്ലൂ എടുക്കുക എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സ് എന്നുള്ള ബോക്സിലാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മാനേജിങ് മോഡറേറ്റേഴ്സ്. ഇത് മാനേജിങ് മോഡറേറ്റേഴ്സും സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സും നമ്മൾ വ്യത്യസ്തം എന്ന് വെച്ചാൽ, ഈ മാനേജിങ് മോഡറേറ്റേഴ്സ് നമുക്ക് അത്രയും പരിചയവും നമ്മുടെ നന്നായിട്ട് അറിയുന്ന നമ്മളെ ഒരിക്കലും പാര വയ്ക്കാത്ത ഒരാൾക്കും മാത്രമായിട്ട് കൊടുക്കുന്നൊരു സംഭവമാണ് മാനേജിങ് മോഡറേറ്റേഴ്സ്. അത്രയും പരിചയമുള്ള ആൾക്ക് മാത്രമേ മാനേജിങ് മോഡറേറ്റേഴ്സ് ആയിട്ട് കൊടുക്കാവുള്ളൂ. അവരുടെ ചാനലിൽ ഇവിടെ URL കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഈ ചാനൽ അവർക്ക് ഏകദേശം ഒരു 70% നമുക്ക് നമ്മുടെ ചാനൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെല്ലാം ലൈവിൽ ബ്ലൂ കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡറേഷനിലാണ്, മനസ്സിലായോ? അതുകൊണ്ട് ബ്ലൂ എല്ലാം സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സിലും മറ്റേ അത്രയ്ക്കും പരിചയമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ മാനേജിങ് മോഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൂ കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സിലാണ്, മനസ്സിലാവും. അപ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. ഇത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുള്ള മാനേജിങ് മോഡറേറ്റേഴ്സിൻ്റെ ചാനൽ പോവും. എൻ്റർ ചെയ്യണമെങ്കിൽ അതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഏത് ചാനലാണോ അതിൻ്റെ URL കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റർ ആവും, ഓക്കെ, ആഡ് ആവും. അതാണ് ആഡ് ആൻഡ് റിമൂവ്. ഇത് ബ്ലൂ ഉള്ളവരെ റിമൂവ് ചെയ്യാനും ഇത് മാനേജിങ് മോഡറേറ്റേഴ്സ് വെച്ചും കൂടെ അഡ്വാൻസ്ഡായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത് മാനേജിങ് മോഡറേറ്റേഴ്സ്. ഇത് രണ്ടിൻ്റെയും ഡിലീറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ഫങ്ഷൻ ഒന്നാണ്. പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ ചാനലുകളിൽ എല്ലാവരും ഡിലീറ്റ് ആക്കുന്നത് ഡിലീറ്റ് ആക്കുന്നത് ഇവിടെയാണ്, സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സിലാണ്. ഓക്കെ, ഇത്രയുള്ള സംഭവം. എന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എല്ലാം മോഡറേറ്റേഴ്സിനെ ഒന്നിച്ച് കളയാൻ ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ക്ലിക്ക് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. സേവ് എപ്പോഴും കൊടുക്കണം. സേവ് ലേറ്റായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അത് സേവ് കൊടുത്തിട്ട് ഇത് ബാക്ക് അടിക്കുക കേട്ടോ, ക്ലോസ് ചെയ്യുക. സേവ് കൊടുക്കാതെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകത്തില്ല. ഇത്രയേ ഉള്ളൂ ഈ ഹൈഡ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ മോഡറേറ്റേഴ്സിനെ ബ്ലൂ ഉള്ളവരെ റിമൂവ് ചെയ്യാനുള്ള സംഗതി ഇത്രയേ ഉള്ളൂ. ഒക്കെ ക്രോമിൽ കയറി ചെയ്യണം എന്ന് പറയുന്നത് ഇത്രയാണ്. പിന്നെ മൊബൈൽ ചെയ്യണമെങ്കിൽ മൊബൈൽ ഡെസ്ക്ടോപ്പിൽ കയറണം.
ഡെസ്ക്ടോപ്പ് സൈക്കിളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്ക് മൊബൈൽ ബുദ്ധിമുട്ടാണ്. അത് ലാപ്പാണെങ്കിൽ വളരെ ഈസി, 1 മിനിറ്റത്തെ പരിപാടി പോലും ഇല്ല. ഓക്കെ, ഇത് പല ആൾക്കാർക്ക് വളരെ ബേസിക് കാര്യമാണത് യൂട്യൂബിൻ്റെ. പക്ഷേ പല ആളുകൾക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ക്രോമിൽ കയറി YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കാണ് ചിലവർക്ക് അറിയില്ലാത്ത. ക്രോമിൽ കയറി YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കണമെന്നത് ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക, അതിൽ YT സ്റ്റുഡിയോ എന്നുള്ള സെർച്ച് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ഓപ്ഷൻ താഴെ രണ്ടാമത് കാണാം. ആ സൈൻ ഇൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മുടെ സ്വന്തം ലാപ്പിലോ മൊബൈലോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിൽ എൻ്റർ ആയിട്ട് കയറി വരും. എന്നിട്ടാണ് ഇങ്ങനെ ഇത്രയുള്ള ഫീച്ചേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രേ ഉള്ളൂ. താങ്ക് യു.